വി.ഡി. സതീശന്റെ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ആദ്യത്തെ മുൻഗണന കൊടുത്തത് പെട്രോൾ ഡീസൽ നികുതി കുറയ്ക്കുന്നതിലല്ല, ക്ഷേമ പെൻഷൻ കൂട്ടുന്നതിലല്ല, മദ്യമുതലാളിയുടെ ആവശ്യം നിറവേറ്റിക്കൊടുക്കുന്നതിലാണ്. സതീഷ് എന്ന ഭൂലോക ഉടായിപ്പിന്റെ ഓരോ തരികിടകളാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് കാർഷികോൽപ്പന്നങ്ങളിൽ നിന്നും വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കാൻ തീരുമാനിച്ചതിന് പിന്നിലെ പ്രധാന ലക്ഷ്യം കർഷകരെ സഹായിക്കുക എന്നതായിരുന്നു. എന്നാൽ അതിനെതിരെ അന്ന് സംസാരിച്ച അന്നത്തെ പ്രതിപക്ഷ നേതാവും ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുമായ സതീഷിന്റെ ആ വാക്കുകളൊന്ന് കേട്ടു നോക്കൂ. കോടികളുടെ അഴിമതി കാണിക്കാനുള്ള ഒരു വൻ പരിപാടിയുമായി സർക്കാർ ഇറങ്ങിയിരിക്കുകയാണ്. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടിയുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണ്. സർക്കാരിന് കിട്ടേണ്ട കോടികൾ വലിയ ഡിസ്റ്റിലറികളിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള അഴിമതിയാണ് ഇതിന്റെ പുറകിൽ. കാർഷികോൽപ്പന്നങ്ങളിൽ നിന്നാണ് വീര്യം കുറഞ്ഞ മദ്യം നിർമ്മിക്കുന്നതെന്നും അതിന്റെ ഗുണഭോക്താക്കൾ യഥാർത്ഥത്തിൽ കർഷകരാണെന്നുമുള്ള സത്യം മറച്ചുവെച്ച് മദ്യമുതലാളിമാർക്ക് വേണ്ടിയാണ് ഈ വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറച്ചു കൊടുക്കുന്നത് എന്ന പച്ചക്കള്ളമാണ് അന്ന് സതീശൻ പറഞ്ഞത്. ഇത്തരത്തിലുള്ള നട്ടാൽ കുരുക്കാത്ത നിരവധി നുണകൾ ലവലേശമുളുപ്പില്ലാതെ പറഞ്ഞ് കേരളത്തിലെ വോട്ടർമാരെ പറ്റിച്ച് വോട്ട് വാങ്ങി ജയിച്ച ആ മുതല് ഇപ്പൊ അവതരിപ്പിച്ച ബജറ്റിൽ വീര്യം കുറഞ്ഞ മദ്യം, ശ്രദ്ധിക്കേണ്ട കാര്യം കാർഷികോൽപ്പന്നങ്ങളിൽ നിന്നുണ്ടാക്കുന്ന വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ കാര്യമല്ല, ആൽക്കഹോളിക് മദ്യം, അത് മദ്യ കമ്പനികളിൽ നിന്നും വാങ്ങിക്കാനും അവയുടെ നികുതി ഗണ്യമായി കുറക്കാനും തീരുമാനിച്ചു. എന്ന് വെച്ചാൽ ഇടത് സർക്കാർ കർഷകരെ സഹായിക്കാൻ കൊണ്ടുവന്ന പദ്ധതിയെ അട്ടിമറിച്ച് കർണാടകയിലും മറ്റുമുള്ള സ്വകാര്യ മദ്യ മുതലാളിമാർക്ക് കേരളത്തിന്റെ മദ്യവിപണിയിൽ ലാഭം കൊയ്യാൻ സതീഷ് സുവർണാവസരം ഒരുക്കുന്നു. ബജറ്റിൽ ആ പ്രഖ്യാപനം നടത്താൻ അന്ന് വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ പേരിൽ ഇടത് സർക്കാരിനെതിരെ കലി തുള്ളിയ സതീഷിന് ഒരു മനസാക്ഷി കുത്തും തോന്നിയില്ല. പ്രസ്തുത ഭേദഗതി പ്രകാരം 0.5% മുതൽ 20% വരെ ആൽക്കഹോൾ വീര്യമുള്ള ബിയറും വൈനും ഒഴികെയുള്ള മദ്യ ഉൽപ്പന്നങ്ങളെ ലോ ആൽക്കഹോളിക് ബിവറേജ് എന്ന ഒരു പ്രത്യേക വിഭാഗമായി പരിഗണിച്ചിട്ടുണ്ട്. ഈ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന മദ്യ ഉൽപ്പന്നങ്ങളുടെ നികുതി ഘടനയിൽ വ്യക്തത വരുത്തുന്നതിനായി അവയ്ക്ക് അനുയോജ്യമായ വിൽപ്പന നികുതി നിരക്ക് കേരള പൊതുവിൽപ്പന നികുതി നിയമപ്രകാരം നിശ്ചയിക്കേണ്ടതുണ്ട്. ഈ സാഹചര്യത്തിൽ 0.5% മുതൽ 10% വരെ വീര്യമുള്ള ഇത്തരം ഉൽപ്പന്നങ്ങൾക്ക് 120% വിൽപ്പന നികുതി നിരക്കും 10% മുതൽ 20% വരെ വീര്യമുള്ളവയ്ക്ക് 175% വിൽപ്പന നികുതി നിരക്കും നിശ്ചയിക്കുന്നു. എന്നാൽ മുമ്പ് സതീഷിന് അധികാരത്തിലെത്തിക്കാൻ പെടാപ്പാടുപെട്ട മാധ്യമങ്ങൾ തന്നെ ഭരണം ഒരു മാസം പിന്നിടുമ്പോഴേക്ക് ഈ സതീഷിനെ ട്രോളാൻ തുടങ്ങിയിട്ടുണ്ട്. നിലപാടുകളുടെ രാജകുമാരനായ നമ്മുടെ മുഖ്യമന്ത്രിക്ക് എന്തു പറ്റി എന്നൊന്നും ചോദിക്കേണ്ട. പ്രതിപക്ഷത്തുള്ളപ്പോൾ പലതും പറയും, പക്ഷെ അധികാരത്തിലെത്തുമ്പോൾ അത് അങ്ങനെയൊന്നും ആവില്ലെന്ന് കെ മുരളീധരൻ പറഞ്ഞത് നമ്മളും കേട്ടതാണ്. ഇതും അങ്ങനെയൊക്കെ തന്നെ. ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു ചാനൽ ചർച്ചയിൽ മുൻ എക്സൈസ് വകുപ്പ് മന്ത്രി കൂടിയായ MP രാജേഷ് കോൺഗ്രസിന്റെ ലിൻഡോ ജോണിനെ ഇരുത്തി തന്നെ സതീഷിനെയും കോൺഗ്രസിനെ പോലും അറിയിക്കാതെ സതീഷ് നടപ്പിലാക്കുന്ന മദ്യനയത്തെയും പൊളിച്ചടുക്കുന്നുണ്ട്. ശ്രീ ജിൻഡോ ജോൺ പറഞ്ഞ എല്ലാ കാര്യത്തിലേക്കും വരാം. അദ്ദേഹം പറഞ്ഞതോടുകൂടി കാര്യങ്ങൾ കൂടുതൽ ഗൗരവത്തിലാവുകയാണ്. അദ്ദേഹവും ഇന്ന് എക്സൈസ് മന്ത്രിയും പറഞ്ഞതോടുകൂടി മനസ്സിലാവുന്ന ഒരു കാര്യം എന്താ, UDF ആലോചിച്ചിട്ടില്ല. UDF അതിന്റെ മദ്യനയം പോലും ഇതുവരെ ആലോചിച്ചിട്ടില്ല. അപ്പോഴല്ലേ കൂടുതൽ ഗൗരവം വരുന്നത്. UDF മദ്യനയം പോലും ആലോചിക്കാത്ത ഘട്ടത്തിൽ എന്തിനാണ് ഇത്ര തിടുക്കപ്പെട്ട് ഈ ബജറ്റിൽ നികുതി കുറച്ചത്? ആർക്കാണ് ഇത്ര ധൃതി എന്ന ചോദ്യം ഇവിടെയാണ് ചോദിക്കേണ്ടത്. ശരിയാണ്, സാധാരണ ഞാനും അതാണ് ആലോചിച്ചത്. സാധാരണ ഒരു ഗവൺമെന്റ് വന്നാൽ ആ ഗവൺമെന്റ് ഒരു നയം അംഗീകരിക്കും, ആദ്യം മദ്യനയം. ആ നയത്തിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നെ ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കുക. ഇപ്പൊ ഞങ്ങള് ഡിസ്റ്റിലറി അനുവദിക്കാൻ തീരുമാനിച്ചത് 2022-23 നയത്തിൽ പ്രഖ്യാപിച്ചിട്ടാണ്. എന്നിട്ട് ഇവർ വിവാദം ഉണ്ടാക്കാൻ ശ്രമിച്ചവരാണ്. എന്നിട്ട് ഞങ്ങളോട് ചോദിച്ചവരാണ് എന്ത് കിട്ടിയെന്ന്. ചോദ്യം തിരിച്ചും വരും. അപ്പൊ അസ്വസ്ഥത കാണിച്ചിട്ടൊന്നും കാര്യമില്ല, അസഹിഷ്ണുത കാണിച്ചിട്ടും കാര്യമില്ല. ആദ്യം ഇത് ചോദിച്ചത് നിങ്ങളാണ്, ഞങ്ങളല്ല. ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ പരസ്യമായിട്ട് പറഞ്ഞ മന്ത്രിസഭ അംഗീകരിച്ച ഒരു നയത്തിന്റെ അടിസ്ഥാനത്തിൽ സുതാര്യമായിട്ട് ഡിസ്റ്റിലറി അനുവദിക്കാൻ തീരുമാനിച്ചപ്പോൾ ഈ ചോദ്യം ചോദിച്ചത് ഇന്നത്തെ മുഖ്യമന്ത്രി, അന്നത്തെ പ്രതിപക്ഷ നേതാവാണ്. അപ്പൊ അദ്ദേഹത്തിനോട് തിരിച്ചും ചോദ്യം ചോദിക്കും. പിന്നെ എന്നിട്ട് നിങ്ങൾ ആരോപണമൊക്കെ ഉന്നയിച്ച് ഹൈക്കോടതി പോയല്ലോ, എന്തായി ഒന്ന് പറയുന്നത് നല്ലതാണ്. ഹൈക്കോടതി പോയിട്ട് എന്തായി? LDF സർക്കാർ എന്തെങ്കിലും ക്രമക്കേട്, അഴിമതി അതിൽ കാണിച്ചു എന്ന് ഹൈക്കോടതി പറഞ്ഞോ? അപ്പോൾ അതൊന്നും ഞങ്ങളോട് എടുക്കരുത്. ഞങ്ങൾ അത്ര സുതാര്യമായിട്ടാണ് ആ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ളത്. ഇവിടെ പ്രശ്നം എന്താ? നയം വന്നിട്ടില്ല. നയത്തിൽ അങ്ങനെ ഒരു നയപരമായ തീരുമാനമില്ല. ഇപ്പൊ ജിൻഡോ ജോൺ പറയുന്ന ഏറ്റവും വലിയ തമാശ, ഞങ്ങൾ വിൽക്കണമെന്ന് തീരുമാനിച്ചിട്ടില്ല എന്നാണ്. വിൽക്കണോ എന്ന് പോലും തീരുമാനിക്കാത്ത ഒരു കാര്യത്തിന്റെ നികുതി നിശ്ചയിക്കാൻ മാത്രം ധൃതി എന്തായിരുന്നു? ആർക്കാണ് ഇത്ര ധൃതി? ഇനിയിപ്പോ ഇവര് തീരുമാനിക്കേണ്ട കാര്യമില്ല വിൽക്കണോ വിൽക്കണ്ടേന്ന്. ഇനി വിൽക്കാതിരിക്കേണ്ട കാര്യമില്ല. കാരണം നിയമപരമായിട്ട് തടസ്സമില്ല.
ഇത് വിൽക്കുന്നതിന്. ആകെ ഉണ്ടായിരുന്ന തടസ്സം എന്താണ്? ഈ കമ്പനിക്ക് ഉണ്ടായിരുന്ന തടസ്സം 251% നികുതി, അത് തങ്ങൾക്ക് ലാഭകരമല്ല എന്നതായിരുന്നു ഇവരുടെ വാദം. 251% നികുതി അടച്ച് വിൽക്കുമ്പോൾ ഞങ്ങൾക്ക് ലാഭമുണ്ടാവില്ല, അപ്പൊ നികുതി ഇളവ് ചെയ്തു തരണം. ഞങ്ങളത് അംഗീകരിച്ചില്ല, ഞങ്ങൾ ഇളവ് ചെയ്തു കൊടുത്തില്ല. വി ഡി സതീശന്റെ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ആദ്യത്തെ മുൻഗണന കൊടുത്തത് പെട്രോൾ ഡീസൽ നികുതി കുറയ്ക്കുന്നതിലല്ല, ക്ഷേമ പെൻഷൻ കൂട്ടുന്നതിലല്ല, മദ്യമുതലാളിയുടെ ആവശ്യം നിറവേറ്റി കൊടുക്കുന്നതിലാണ്. അതിന്റെ പിന്നിൽ, ആ ധൃതിയുടെ പിന്നിലുള്ള താല്പര്യം എന്താണ് എന്ന ചോദ്യം ആരായാലും ചോദിക്കില്ലേ? അത് വളരെ നിഷ്കളങ്കമാണ് എന്നാണോ എല്ലാവരും കരുതുക? ആ ചോദ്യത്തിന് പ്രസക്തിയില്ലേ? ഇനി ഇവിടെ ചില ആരോപണങ്ങൾ ഉന്നയിച്ചല്ലോ, അതിലേക്ക് ഞാൻ വരാം. മദ്യശാലകളുടെ സമയം കൂട്ടിയത് എന്ത് കിട്ടിയിട്ടാണെന്ന് ചോദിച്ചു. ഈ ചോദിക്കില്ലേ? അത് വളരെ നിഷ്കളങ്കമാണ് എന്നാണോ എല്ലാവരും കരുതുക? ആ ചോദ്യത്തിന് പ്രസക്തിയില്ലേ? ഇനി ഇവിടെ ചില ആരോപണങ്ങൾ ഉന്നയിച്ചല്ലോ, അതിലേക്ക് ഞാൻ വരാം. മദ്യശാലകളുടെ സമയം കൂട്ടിയത് എന്ത് കിട്ടിയിട്ടാണെന്ന് ചോദിച്ചു. ഈ ചോദ്യം അന്ന് വന്നപ്പോ ഞാനന്ന് മറുപടി പറഞ്ഞിരുന്നു. അത് അന്നത്തെ പ്രതിപക്ഷ നേതാവിനോട് പോയി ചോദിച്ചാൽ മതിയെന്ന്. അദ്ദേഹത്തിന്റെ കൂടി അറിവോടെയാണ് ഇത് കൂട്ടിയത്, ഞങ്ങൾ ഏകപക്ഷീയമായിട്ടല്ല എന്ന് പറഞ്ഞു. പിന്നെ അദ്ദേഹം ഒന്നും പറഞ്ഞിട്ടില്ല, ഞങ്ങൾ ഏകപക്ഷീയമായി ചെയ്തതല്ല എന്ന് പറഞ്ഞു. പിന്നെ ഒന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. മാത്രമല്ല അദ്ദേഹം സമ്മതിച്ചു, ബാർ ഉടമകൾ അവരുടെ സംഘടന എന്നെ വന്ന് കണ്ടിരുന്നു എന്ന് അദ്ദേഹം സമ്മതിച്ചു. മനസ്സിലായല്ലോ? അപ്പൊ അതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. പിന്നെ കാർഷികോൽപ്പന്നങ്ങളിൽ നിന്ന് ഈ ഹോർട്ടി വൈൻ ഉണ്ടാക്കാൻ ഇത്ര ധൃതി എന്തായിരുന്നു എന്നാണ് ചോദ്യം. കാർഷികോൽപ്പന്നങ്ങളിൽ നിന്ന് വാല്യൂ ആഡഡ് ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി കൃഷിക്കാരെ സഹായിക്കുക എന്നത് എല്ലാ വിദഗ്ധരും അംഗീകരിച്ചിട്ടുള്ള, ശുപാർശ ചെയ്തിട്ടുള്ള, പല കാലങ്ങളിലായി ശുപാർശ ചെയ്തിട്ടുള്ള കാര്യമാണ്. അതൊരു വിദഗ്ധാഭിപ്രായമാണ്. സാമാന്യമായിട്ട് എല്ലാവർക്കും ഈ കാര്യങ്ങളെല്ലാം അറിയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇവിടെ അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിക്ക് ഹോർട്ടി വൈൻ ഉണ്ടാക്കാൻ LDF ഗവൺമെന്റ് അനുമതി കൊടുത്തു. അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിക്ക് അതെന്തെങ്കിലും കിട്ടിയിട്ടല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുപോലെയല്ല ഈ കോർപ്പറേറ്റ് കമ്പനിക്ക് നികുതി ഇളവ് കൊടുക്കുന്നത്. അവർക്ക് പോലും നികുതി ഇളവ് കൊടുത്തിട്ടില്ല കേട്ടോ. നികുതി വൈനിന്റെ അതേ നികുതിയാണ് ഹോർട്ടി വൈൻ ഏർപ്പെടുത്തിയത്, 86% എന്നത് തന്നെ. അപ്പൊ കർഷകർക്ക് കിട്ടാത്ത നികുതി ഇളവ് കോർപ്പറേറ്റ് മുതലാളിക്ക് കിട്ടുകയാണ്. ഇനി ഇവിടെ മദ്യശാലകളുടെ എണ്ണം കൂട്ടിയതിനെ കുറിച്ച് പറഞ്ഞു. UDF സർക്കാർ എന്താ ചെയ്തത്? 5 സ്റ്റാർ ഒഴികെയുള്ള അവരുടെ UDF തമ്മിലടി കാരണമായിരുന്നു. 5 സ്റ്റാർ ഒഴികെയുള്ള എല്ലാ ബാർ ലൈസൻസും റദ്ദാക്കാൻ തീരുമാനിച്ചു. എന്നിട്ടോ ആരുടെയൊക്കെ ബാർ ലൈസൻസ് റദ്ദാക്കിയോ അവർക്കെല്ലാം ബിയർ വൈൻ പാർലർ ലൈസൻസ് കൊടുത്തു. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ആകെ മദ്യശാലകളും ബിയർ വൈൻ പാർലറുകളും കൂടി എത്രയായിരുന്നു അറിയാമോ? 813. ഇപ്പോ 10 വർഷത്തിന് ശേഷം ആനുപാതികമായ വർധനവേ ഉണ്ടായിട്ടുള്ളൂ. അപ്പൊ അന്ന് നിങ്ങൾ ബാറ് ലൈസൻസ് റദ്ദാക്കിയപ്പോൾ അതിനെ മുഴുവൻ കോമ്പൻസേറ്റ് ചെയ്തത് വൈൻ ബിയർ പാർലർ ലൈസൻസ് കൊടുത്തുകൊണ്ടാണ്. അന്നത്തേതിൽ നിന്ന് ആനുപാതികമായ വർധനവ് മാത്രമേ ഉള്ളൂ. ഇനി ഉപഭോഗത്തിന്റെ കാര്യം എടുക്കുക. ഉപഭോഗത്തിന്റെ കാര്യം എടുത്താൽ കഴിഞ്ഞ 15 വർഷത്തെ കണക്ക് നോക്കിയാൽ ഏറ്റവും ഉയർന്ന മദ്യഭോഗം ഉണ്ടായത് 2015-16 ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ്. 355.95 ലക്ഷം കേസ് നിയമസഭയിൽ കൊടുത്തിട്ടുള്ള മറുപടിയാണ്. ഇനി UDF സർക്കാരിന്റെ കാലത്ത് ശരാശരി വാർഷിക ഉപഭോഗം കണക്കാക്കുക 341.264 ലക്ഷം കേസ്. ഒന്നാം LDF സർക്കാരിന്റെ കാലത്ത് അത് 322.182 ലക്ഷം കേസായിട്ട് കുറഞ്ഞു. രണ്ടാം LDF സർക്കാരിന്റെ കാലത്ത് വീണ്ടും കുറഞ്ഞു, 315.26 ലക്ഷം കേസായിട്ട്. അവ ക്രമാനുഗതമായി കുറഞ്ഞു വരികയാണ് ചെയ്തത്. ഇത് അസംബ്ലിയിൽ കൊടുത്തിട്ടുള്ള ആധികാരികമായിട്ടുള്ള കണക്കാണ്. 15 വർഷത്തെ ഏറ്റവും ഉയർന്ന ഉപഭോഗം ഈ ബാർ അടച്ചു കൂട്ടി എന്ന് പറയുന്ന ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ്. അപ്പൊ ബാറിന്റെ എണ്ണം കൂടിയത് കൊണ്ട് മദ്യത്തിന്റെ ലഭ്യത കൂടില്ല, തിരക്ക് കുറയുകയുള്ളൂ. നീണ്ട ക്യൂവും മറ്റും ഒക്കെ കുറയ്ക്കാൻ മാത്രമേ അത് സഹായിക്കൂ. പിന്നെ ഇവിടെ ഇപ്പൊ എന്താ പ്രശ്നം? ഇത് റെഡി ടു ഡ്രിങ്ക് ആണ് ഈ ലോ സ്ട്രെങ്ത് ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ. ഇതിൽ വെള്ളം ചേർക്കണ്ട, വാങ്ങുക, നേരെ കഴിക്കുക, ഇത് കൊണ്ടു നടക്കാം. അതാണ് ഇതിൽ ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇത് ലഭ്യത കൂടും, സുലഭമാവും എന്ന് പറയുന്നത്. അപ്പോ വേറൊരു ഇവിടെ വാദം പറയുന്നത് കേട്ടു, ലോ സ്ട്രെങ്ത് ആൽക്കഹോളിന്റെ നികുതി കുറച്ചാൽ ഉപഭോഗം കൂടിയാൽ വരുമാനത്തിൽ നഷ്ടം നികത്തും. അല്ല, ഫിനാൻസ് എന്താ പറഞ്ഞെന്നറിയോ? ഫിനാൻസ് കണ്ടെത്തിയത് 600 കോടിയെങ്കിലും നഷ്ടം വരുമെന്നാണ്. അതുകൊണ്ടാണ് ചെയ്യേണ്ടെന്ന് വെച്ചത്. കേരളം സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന് ഒരു ഭാഗത്ത് പറഞ്ഞുകൊണ്ടേയിരിക്കുക, എന്നിട്ട് ആ സാമ്പത്തിക പ്രതിസന്ധിയുടെ പേര് പറഞ്ഞ് പെട്രോളിന്റെയും ഡീസലിന്റെയും ഉപഭോഗവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. ഈ പറയുന്ന പോലെ രണ്ടും ഉപഭോഗവുമായി ബന്ധപ്പെട്ട ഉള്ള കാര്യമാണ്. ഒന്ന്, വില കുറഞ്ഞ മദ്യം കൂടുതലായി ലഭിക്കുമ്പോൾ അത് കൂടുതലായി വാങ്ങും, അപ്പോഴും അത് ഉപയോഗിക്കുന്നത് നമ്മുടെ ജനമാണ്. രണ്ടാമത്തേത്, വില കുറഞ്ഞ മദ്യം കൂടുതലായി കിട്ടുമ്പോൾ വില കൂടിയ വീര്യമേറിയ മദ്യത്തിന്റെ ഉപഭോഗം കുറയും, അത് കുറയുകയാണ് വേണ്ടത്. രണ്ടും ഉപഭോഗവുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയാണ്. സ്വാഭാവികമായും അതിൽ ഏതാണ് ധാർമ്മികത എന്നുള്ളത് ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെ നയമനുസരിച്ച് തീരുമാനിക്കേണ്ടതുമാണ്. മുൻ മുഖ്യമന്ത്രിയുടെ അങ്ങനെയല്ല സംഭവിക്കുക. അതില് മാധുവിന്റെ വിദഗ്ധാഭിപ്രായം ശരിയല്ല. എന്താ കാരണം എന്നറിയോ? ഇത് പ്രധാനമായിട്ടും ഇതുവരെ മദ്യം ഉപയോഗിക്കാത്തവരെ അതിലേക്ക് ആകർഷിക്കുകയാണ് ചെയ്യുക. സുലഭമായി കിട്ടുന്ന മദ്യം
ഇന്ന് നിങ്ങൾ തന്നെ ചില വിഷ്വലുകൾ കൊടുത്തപ്പോൾ ഞാൻ കാണുകയുണ്ടായി മദ്യം സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നവരുടെ അഭിപ്രായ പ്രകടനങ്ങൾ. വീര്യം കുറയ്ക്കാൻ പാടില്ല എന്നാണ് അവർ പറഞ്ഞത്. വീര്യം കൂടിയ മദ്യം ഉപയോഗിച്ച് ശീലിച്ചവർ ഇതിലേക്ക് വരിക എന്നുള്ളതല്ല സംഭവിക്കുക. ഇതുവരെ മദ്യം ഉപയോഗിക്കാത്തവരും വീര്യം കുറഞ്ഞ മദ്യം ഉപയോഗിച്ച് ശീലിച്ചു തുടങ്ങുക എന്നതായിരിക്കും സംഭവിക്കുക. പിന്നെ ജിൻഡോ ജോൺ പറഞ്ഞ ഏറ്റവും വലിയ തമാശ കേരളത്തിലെ പൊതുമേഖലാ മദ്യനിർമ്മാണശാലകൾക്ക് വേണ്ടിയാണ് നികുതി കുറച്ചത് എന്നാണ്. ഇത് ഒരൊറ്റ കമ്പനി, പ്രൈവറ്റ് ഒരു കോർപ്പറേറ്റ് കമ്പനി, അവർ മാത്രം ഉണ്ടാക്കുന്നത്. കേരളത്തിലെ പൊതുമേഖലാ കമ്പനിയൊന്നും ലോ സ്ട്രെങ്ത് ആൽക്കഹോൾ ഉണ്ടാക്കുന്നില്ല എന്ന് മാത്രമല്ല, ഇതുകൂടി പറയട്ടെ, ഇപ്പോ ജവാൻ മദ്യം ഉണ്ടാക്കുന്നത് ട്രാവൻകൂർ ഷുഗേഴ്സ് എന്ന് പറയുന്ന പൊതുമേഖലാ കമ്പനിയാണ്. അവിടെ ഉത്പാദനം നിർത്തിവെച്ചിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് കേസ് പ്രതിദിനം ഉത്പാദനം 10,000 കേസ് ഒരു ദിനം ഉത്പാദനമുള്ള നിർത്തിവെച്ച് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം ഇപ്പോൾ വന്നു. എന്താ ഉദ്ദേശം? പൊതുമേഖലാ മദ്യ കമ്പനി ഉത്പാദിപ്പിക്കുന്ന വില കുറഞ്ഞ മദ്യത്തെ ലഭ്യത കുറച്ച് സ്വകാര്യ ബ്രാൻഡുകളെ ആശ്രയിക്കാൻ ആളുകളെ നിർബന്ധിതരാക്കുക എന്നുള്ളതാണ്. മലബാർ ഡിസ്റ്റിലറി പാലക്കാട്ട്, നിങ്ങൾ എന്തുകൊണ്ട് മലബാർ ഡിസ്റ്റിലറി തുറക്കുന്നില്ല എന്ന് ചോദിച്ചവരാണ് ഇന്നത്തെ മുഖ്യമന്ത്രിയും അതുപോലെ ആഭ്യന്തരമന്ത്രിയും. ഈ ഡിസ്റ്റിലറി വിവാദം വന്ന സമയത്ത് മലബാർ ഡിസ്റ്റിലറി പൊതുമേഖലയിലുള്ളത് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് തുറക്കാൻ താല്പര്യമില്ലാത്തത്? ഇപ്പൊ എന്താ പറയുന്നത്? LDF സർക്കാരിൽ തുറന്നു, ഉത്പാദനം ആരംഭിച്ചു. ഇപ്പൊ പറയുന്നത് ആ ഉത്പാദനം നിർത്തിവെക്കും എന്നാണ് എക്സൈസ് മന്ത്രി പറഞ്ഞത്. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ.